Hi dears, welcome back to Mayflower. Today we are discussing the poem Threshold written by Ocean Vuong. It is a chapter that is included in the text Kaleidoscope. It is a text for 4th sem UG students of Calcutta University. Calcutta University 4th sem വിദ്യാർത്ഥികൾക്കുള്ള കലഡോസ്കോപ്പ് എന്ന ടെക്സ്റ്റിലെ കോമൺ കോഴ്സ് ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റിലെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓത്തിന്റെ പേര് ത്രെഷോൾഡ്, written by Ocean Vuong. Ocean Vuong is a famous Vietnamese American contemporary writer who received many awards for his poetry collection Night Sky with Exit Wounds. വിയറ്റ്നാമീസ് അമേരിക്കൻ റൈറ്ററാണ്. അദ്ദേഹം ധാരാളം അവാർഡുകൾ നേടിയിട്ടുണ്ട്. അദ്ദേഹം സമകാലീനനായ എഴുത്തുകാരനാണ്, മോഡേൺ റൈറ്ററാണ്. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ്. His debut novel is We Are Briefly Gorgeous. We Are Briefly Gorgeous എന്ന അദ്ദേഹത്തിന്റെ ഡെബ്യൂ നോവലാണ്, ഫസ്റ്റ് നോവലാണ്. And the poem Threshold includes in the collection Night Sky with Exit Wounds. അദ്ദേഹത്തിന്റെ നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ് എന്ന പോയട്രി കളക്ഷനിൽ ഉൾപ്പെട്ട ഒരു കവിതയാണ് ത്രെഷോൾഡ്. ആൻഡ് ദ ടൈറ്റിൽ ഇംപ്ലൈസ് സ്റ്റാർക്ക് ആസ്പെക്ട്സ് ഓഫ് റിയാലിറ്റി. ത്രെഷോൾഡ് വേർഡിന്റെ മീനിങ്, ഇറ്റ് ഈസ് എ പോയിന്റ് ദാറ്റ് ഹാസ് എ മാർജിൻ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ടു വിച്ച് വൺ എൻറ്റേഴ്സ് ഇൻ ടു അനദർ എക്സ്പീരിയൻസ്. മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെടുക എന്നതാണ് ത്രെഷോൾഡ് എന്ന വാക്കിന്റെ അർത്ഥം. വാതിൽപ്പടി എന്ന ഒരർത്ഥമുണ്ട്, അതായത് മറ്റൊന്നിലേക്ക് കടക്കുന്ന അവസ്ഥ. അതാണ് ത്രെഷോൾഡ്. ഹിയർ ദ പോയറ്റ് എൻറ്റേഴ്സ് ഇൻ ടു അനദർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ലൈഫ്. അതാണ് ഇവിടെ ഐഡന്റിറ്റി ക്രൈസിസ് ആണ്. അതേപോലെ തന്നെ വിയറ്റ്നാം അമേരിക്കൻ വാർ ഒക്കെ നടക്കുന്ന സമയത്ത് അതിന്റെ ഒക്കെ ആ ഒരു ഡിസിപ്ലിൻസ് നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. അതിലൂടെ ജനങ്ങൾക്ക് വന്ന മാറ്റം, ആ ഒരു വിയറ്റ്നാമീസ് അമേരിക്കൻ റൈറ്റർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയുമ്പോൾ ഈ കവിതയുടെ ഇൻഡയറക്റ്റ് മീനിങ് നമുക്ക് ശരിക്കും മനസ്സിലാവും. We have already said that he is a Vietnamese American writer and his grandfather was a white American Navy soldier and his grandmother was a Vietnamese. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് ഫാദർ ഒരു വൈറ്റ് അമേരിക്കൻ നേവി സോൾജിയർ ആയിരുന്നു. അതേപോലെ തന്നെ ഒരു വിയറ്റ്നാമിയാണ് അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് മദർ. ആൻഡ് ദേ മെറ്റ് ആൻഡ് മാരീഡ് ഡ്യൂറിംഗ് ദ വിയറ്റ്നാം വാർ ആൻഡ് ഹാഡ് 3 children ഇൻക്ലൂഡിംഗ് വൂങ്സ് മദർ. ഈ ഗ്രാൻഡ് പാരൻസ് തമ്മിൽ കണ്ടുമുട്ടുന്നത് ഈ വിയറ്റ്നാം വാറിന്റെ സമയത്താണ്. അങ്ങനെ അവർ വിവാഹം കഴിക്കുന്നു. 3 മക്കൾ, അതായത് ഓഷ്യൻ വൂങ് എന്ന റൈറ്ററുടെ അമ്മയടക്കം 3 മക്കള്. And his grandfather went back to US to visit his parents but was unable to return as Siagan was on communist forces. സിയാഗൻ എന്ന സ്ഥലത്താണ് അവരുടെ വീടുള്ളത്. അങ്ങനെ ഒരു ദിവസം ഗ്രാൻഡ് ഫാദർ തൻ്റെ പാരൻസിനെ സന്ദർശിക്കാനായി US പോകുന്നു. നമ്മൾ പറഞ്ഞു ഹി വാസ് എ സോൾജിയർ, വൈറ്റ് അമേരിക്കൻ സോൾജിയർ ആണ്, നേവി സോൾജിയർ ആണ്. അദ്ദേഹം US പോകുന്നു. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല. കാരണം സിയാഗൻ എന്ന സ്ഥലം കമ്മ്യൂണിസ്റ്റ് ഫോഴ്സസിന്റെ കയ്യിൽ അകപ്പെടുന്നു. വിയറ്റ്നാം വാറിന്റെ സമയത്താണ്. അങ്ങനെ ആ കമ്മ്യൂണിസ്റ്റ് ഫോഴ്സസിന്റെ കയ്യിലായതുകൊണ്ട് അദ്ദേഹത്തിന് തിരിച്ച് ആ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ കഴിയുന്നില്ല. ആൻഡ് ഹിസ് ഗ്രാൻഡ് മദർ കൺസേണിംഗ് ദ സർവൈവൽ ഓഫ് ഹർ ചിൽഡ്രൻ സെൻഡ് ദം ടു ഓർഫണേജസ്. ഗ്രാൻഡ് ഫാദർ അമേരിക്കയിലേക്ക് പോയി. ഗ്രാൻഡ് മദറിന് തൻ്റെ മക്കളെ പോറ്റാനുള്ള ആ ഒരു പ്രശ്നം കാരണം തൻ്റെ കുട്ടികളെ ഓർഫണേജിലേക്ക് മാറ്റുന്നു. ആൻഡ് ദേ ഫ്ലെഡ് വിയറ്റ്നാം when a police officer suspected of their mother's mixed heritage. അങ്ങനെ വിയറ്റ്നാമിലെ ഓർഫണേജിൽ എത്തുന്ന കുട്ടികൾ അവിടെ നിന്നും ഓടിപ്പോകുന്നു. കാരണം ഒരു പോലീസ് ഓഫീസർ തങ്ങളുടെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു മിക്സഡ് ഹെറിറ്റേജ്, US ബന്ധമുണ്ട്, മിക്സഡ് ഹെറിറ്റേജ് ആണ് എന്ന് കണ്ടിട്ട് അവരെ സംശയിക്കാൻ തുടങ്ങുന്ന സമയത്ത് ആ ഓർഫണേജിൽ നിന്നും ഈ കുട്ടികൾ ഓടിപ്പോകും. ആൻഡ് 2-year-old Vuong and his family thus arrived at a refugee camp in the Philippines before migrating to the US. അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഇവര് ഫിലിപ്പൈൻസിലെ ഒരു റെഫ്യൂജി ക്യാമ്പിൽ എത്തിച്ചേർന്നു. റെഫ്യൂജി ക്യാമ്പിൽ എത്തിച്ചേരുന്ന സമയത്ത് ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്, 2 വയസ്സുള്ള ചെറിയ കുട്ടി.
അങ്ങനെ അവർ പിന്നീടാണ് അതിനുശേഷം ആ റെഫ്യൂജി ക്യാമ്പിൽ എത്തിയതിനു ശേഷമാണ് പിന്നീട് US മൈഗ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഹിസ് ഫാദർ അബാൻഡൻഡ് ദ ഫാമിലി. ഇങ്ങനെ ഈ സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അച്ഛൻ അവരെ വിട്ട് ഉപേക്ഷിച്ചു പോകുന്നു. ആൻഡ് whom reunited with his grandfather later in his life. അങ്ങനെ പിന്നീട് അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അമേരിക്കയിലുള്ള ഗ്രാൻഡ് ഫാദറുമായിട്ട് പിന്നീട് കൂടിച്ചേർന്നു. ഇതാണ് അങ്ങനെ ജീവിതത്തിലെ ചെറിയ വയസ്സിൽ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വ്യക്തിയാണ് അദ്ദേഹം. ആ ഒരു റിഫ്ലക്ഷൻ നമുക്ക് ഈ കവിതയിൽ കാണാൻ സാധിക്കും. ആൻഡ് he is also having dyslexia but was the first person in his family to learn to read. ഈ ഓഷ്യൻ മൂൺ എന്ന ഈ പോയിറ്റിന് ഡിസ്ലെക്സിയ എഴുതാനും വായിക്കാനുമുള്ള പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയ ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹമാണ് ഏറ്റവും ആദ്യം എഴുത്തും വായനയൊക്കെ പഠിക്കുന്ന ഒരു വ്യക്തി. ഇതാണ് അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കവിത വേഗം മനസ്സിലാക്കാം. The poem is written in first person narrative. First person narrative means I എന്നുള്ള ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ് ഈ കവിത എഴുതപ്പെട്ടത്. ആൻഡ് ദ സ്പീക്കർ ഇസ് ദ പോയിറ്റ് ഹിംസെൽഫ്. ഇതിലെ സ്പീക്കർ കവി തന്നെയാണ്. ദ സ്പീക്കർ secretly observes a man singing beautifully in a shower one morning. ഇതിലെ മെയിൻ ഇതിവൃത്തം ഒരു ദിവസം ഈ പോയിറ്റ് ഒരു വ്യക്തി മഴ നനഞ്ഞുകൊണ്ട് പാടുന്നത് കാണുന്നു. ആൻഡ് ഹി ലൈക്സ് ദ മാൻസ് സിംഗിങ് ആൻഡ് ഹിസ് ആറ്റിറ്റ്യൂഡ്. ആ വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പാട്ടും ഈ വ്യക്തിയെ സ്വാധീനിക്കുന്നു, സ്പീക്കറെ സ്വാധീനിക്കുന്നു. Okay, we can move on to the poem. In the body where everything has a price, I was a beggar on my knees. In the body, ശരീരത്തിൽ, where everything has a price, എല്ലാത്തിനും വിലയുള്ള ശരീരം, ഓരോ അവയവത്തിനും വിലയുള്ള മൂല്യമുള്ള ശരീരം. ഇവിടെ വില മീൻസ് മൂല്യമുള്ള ഈ ശരീരത്തിൽ I was a beggar. പക്ഷേ ഞാൻ ആരാണ്? ഞാനൊരു ബെഗറാണ്. ഓൺ മൈ നീസ്, കാൽമുട്ടിൽ നിന്ന് യാചിക്കുന്ന ഒരു യാചകനാണ് ഞാൻ. ദാറ്റ് മീൻസ് ഐ ഹാവ് നോ വാല്യൂ. ഇവിടെ നമ്മൾ പറഞ്ഞു ഹി വാസ് ഇൻ എ റെഫ്യൂജി ക്യാമ്പ്. ഒരുപാട് ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ പീഡനങ്ങളൊക്കെ സഹിക്കേണ്ടി വന്ന വ്യക്തിയാണ്. റെഫ്യൂജി ക്യാമ്പ്, അതേപോലെ തന്നെ ഓർഫണേജിൽ അദ്ദേഹത്തിന്റെ അമ്മയും സഹോദരിമാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയാണ്. ചെറിയ വയസ്സ് മുതലേ ഇങ്ങനെയുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ കണ്ട വ്യക്തിയാണ്. സോ ഐ വാസ് എ ബെഗർ ഓൺ മൈ നീസ്. ഞാനൊരു യാചകനാണ്. ദാറ്റ് മീൻസ് ഐ ഹാവ് നോ വാല്യൂ. ഐ വാച്ച്ഡ്, അങ്ങനെയുള്ള ഒരു സമയത്താണ് ഐ വാച്ച്ഡ് ത്രൂ ദ കീ ഹോളിലൂടെ, തക്കോൽ ദ്വാരത്തിലൂടെ ഞാൻ കാണുന്നു. എന്താ കണ്ടത്? നോട്ട് ദ മാൻ ഷവറിങ് ബട്ട് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം. എന്താ കണ്ടത്? ത്രൂ ദ കീ ഹോൾ, നോട്ട് ദ മാൻ ഷവറിങ്. മാൻ ഷവറിങ് മീൻസ് എ മാൻ ഇസ് സിംഗിങ് ഓർ ഹി ഇസ് ഷവറിങ് ഹിസ് സോങ്. അദ്ദേഹത്തിന്റെ പാട്ടിങ്ങനെ പൊഴിക്കുകയാണ് ഒരു മനുഷ്യൻ. ബട്ട് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം. ഞാൻ കണ്ടത് പക്ഷെ ആ പാട്ടല്ല, മറിച്ച് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം, അദ്ദേഹത്തിന്റെ ശരീരത്തിലൂടെ വീഴുന്ന ആ മഴത്തുള്ളികളാണ് ഞാൻ കണ്ടത്. ഗിറ്റാർ സ്ട്രിങ്സ് സ്നാപ്പിംഗ് ഓവർ ഹിസ് റൗണ്ടഡ് ഷോൾഡേഴ്സ്. അദ്ദേഹത്തിന്റെ ആ ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ് മീൻസ് റൗണ്ടഡ് ഷോൾഡേഴ്സ്. ആ റൗണ്ടഡ് ഷോൾഡേഴ്സിലൂടെ ബലിഷ്ഠമായ കൈകളിലൂടെ മഴവെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതാണ് ഞാൻ കാണുന്നത്. ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഗിറ്റാർ സ്ട്രിങ് സ്നാപ്പിംഗ്. ഗിറ്റാർ സ്ട്രിങ് പോലെ, ഗിറ്റാർ സ്ട്രിങ്ങിന്റെ നാദം പോലെ, ഗിറ്റാറിൽ നിന്ന് വരുന്ന സംഗീതം പോലെ മഴത്തുള്ളികൾ അദ്ദേഹത്തിന്റെ ദേഹത്ത് വീണ് അത് ഒഴുകുന്നതാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം പാടുന്നുണ്ട്. ആ പാട്ടിനേക്കാൾ കൂടുതൽ എന്നെ ആകർഷിച്ചത് ഇതാണ്. ദാറ്റ് മീൻസ് ദ ഇന്റൻസിറ്റി ഓഫ് ദ ബ്യൂട്ടി ഓഫ് നേച്ചർ. ഇവിടെ ആ ഒരു ഇന്റൻസിറ്റി, പ്രകൃതിയുടെ സൗന്ദര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ മഴ എന്നുള്ളത് ഇറ്റ് റെപ്രസെന്റ്സ് ഫ്രീഡം. മഴ നനയുക എന്ന് പറയുന്നത് ഒരു ഒരു തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. സോ ഇറ്റ് റെപ്രസെന്റ്സ് ദ ഫ്രീഡം ഔട്ട്സൈഡ് ഹിസ് ക്യാമ്പ്. അദ്ദേഹത്തിന്റെ ക്യാമ്പിനുള്ളിൽ, അദ്ദേഹം നമ്മൾ പറഞ്ഞു ഹി ഈസ് എ ബെഗർ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഹി ഈസ് അൺഏബിൾ ടു ഡു എനിത്തിങ് ഇൻസൈഡ് ദി റെഫ്യൂജി ക്യാമ്പ്. ക്യാമ്പിന്റെ ഉള്ളിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല.
അതിന്റെ പുറത്ത് നടക്കുന്ന സംഭവങ്ങളാണ് അദ്ദേഹം കീ ഹോളിലൂടെ കാണുന്നത്. ദാറ്റ് മീൻസ് ദ പീപ്പിൾ ഔട്ട്സൈഡ് ദ ക്യാമ്പ് ആർ എൻജോയിങ് freedom. Then he was singing, which is why I remember it. അദ്ദേഹം പാടുകയാണ്. So I remember it. His voice is filled me to the core like a skeleton. And at the same time, I can hear his voice and it filled me to the core. Core means to the deepest part. എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആ പാട്ട് തുളച്ചു കയറി. ആൻഡ് ജസ്റ്റ് ലൈക്ക് എ സ്കെലിറ്റൻ, ഒരു സ്കെലിറ്റൻ പോലെ, സ്കെലിറ്റൻ മീൻസ് അസ്ഥി പഞ്ചരം പോലെ എൻ്റെ ഫ്ലഷിനെ കടന്ന് ആ പാട്ടുകൾ എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. ആൻഡ് ഈവൻ മൈ നെയിം, ഈ സമയത്ത് ഈവൻ മൈ നെയിം, എൻ്റെ പേര് പോലും നെൽറ്റ് ഡൗൺ ഇൻസൈഡ് മീ, എൻ്റെ പേര് പോലും എന്നോട് മുട്ടുകുത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആസ്കിങ് ടു ബി സ്പെയർഡ്, എൻ്റെ പേര് പോലും എന്നെ ഒഴിവാക്കി തരുമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഐ കനോട്ട് എൻജോയ് ഫ്രീഡം. ആൻഡ് നമുക്കറിയാം റെഫ്യൂജി ക്യാമ്പിൽ പേരൊന്നും വിളിക്കില്ല, നമ്പറായിരിക്കും തരിക, 1, 2, 3 എന്നുള്ള ജയിലിലൊക്കെ പോലെ നമ്പേഴ്സ് ആയിരിക്കും തരിക. സോ വി ഹാവ് നോ ഇമ്പോർട്ടൻസ് ടു അവർ നെയിംസ് ഇൻ ദ റെഫ്യൂജി ക്യാമ്പ്. റെഫ്യൂജി ക്യാമ്പിൽ നമ്മുടെ പേര് പോലും, നമ്മുടെ സ്വന്തമാണ് പേര് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്ത അവസ്ഥ. സോ മൈ നെയിം റിക്വസ്റ്റഡ് മീ ടു സ്പെയർ ഇറ്റ്. ഹി വാസ് സിംഗിങ്, അദ്ദേഹം പാടുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ഐ റിമെമ്പർ, ഫോർ ഇൻ ദ ബോഡി വെയർ എവറിഥിങ് ഹാസ് എ പ്രൈസ്. These lines are repeating in the poem. In the body where everything has a price. എല്ലാത്തിനും വിലയുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള ശരീരത്തിൽ I am a beggar. ഈ ഒരു വരി ആവർത്തിക്കുകയാണ്. I was alive, ഞാൻ ജീവനോടെയുണ്ട്. And I don't know there was a better reason. എനിക്കറിയില്ല, ഞാൻ ജീവനോടെയുണ്ട്, പക്ഷേ എനിക്കറിയില്ല what is the reason for my living. എൻ്റെ ജീവിതത്തിന് അല്ലെങ്കിൽ what is the reason for my life, എൻ്റെ ജീവിതത്തിന് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ അല്ലെങ്കിൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ in the body everything has a price. എല്ലാത്തിനും മൂല്യമുണ്ട് ശരീരത്തിൽ, എല്ലാം മൂല്യമുള്ള ജീവിതങ്ങളാണ്. പക്ഷേ എൻ്റെ ജീവിതം മാത്രം ഒരു മൂല്യമില്ലാത്തതായി മാറുന്നു, അർത്ഥമില്ലാത്തതായി മാറുന്നു. because I am in a refugee camp. Then that one morning my father would stop. ഒരു ദിവസം എന്ത് ചെയ്തു? My father would stop. എൻ്റെ പിതാവ് നിർത്തിക്കളഞ്ഞു. എന്താ നിർത്തിയത്? A dark colt paused him down for a dark colt means mare or male horse. ഒരു കുതിര, മെയിൽ ഹോഴ്സിനെ നിർത്തി. എങ്ങനെയാണ്? എവിടെയാണ്? ആ മഴയത്ത് നിർത്തി. പോസ്ഡ് ഹിം ഡൗൺ ഫോർ. ഡൗൺ ഫോർ മീൻസ് റെയിനിങ്. ആ മഴയത്ത് ഒരു കുതിരയെ അവിടെ നിർത്തിയിട്ട് ആ മഴയത്ത് കുതിര നിർത്തിയിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചു. ആൻഡ് ലിസൺ ഫോർ മൈ ക്ലച്ച്ഡ് ബ്രീത്ത്. ക്ലച്ച്ഡ് ബ്രീത്ത് മീൻസ് എൻ്റെ അടക്കി പിടിച്ച ശ്വാസം. ഞാൻ ഇതിലൂടെയാണ് നോക്കുന്നത്, താക്കോൽ ദ്വാരത്തിലൂടെയാണ് ഇത് ഈ പുറത്തേക്കുള്ള കാഴ്ചകൾ ഞാൻ കാണുന്നത്. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം, ഇവിടെ എൻ്റെ ഫാദർ എന്നുള്ളത് ഹിയർ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഹിസ് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ ആണ്. അദ്ദേഹം ഈ ഒരു കാഴ്ച ശ്രദ്ധിച്ചു. ഈ പുറം ലോകത്തുള്ള നടക്കുന്ന കാഴ്ചകൾ കീ ഹോളിലൂടെ ഈ കുട്ടി ശ്രദ്ധിക്കുന്നത് അദ്ദേഹം കുതിരപ്പുറത്ത് വന്ന് ശ്രദ്ധിച്ചു. ആൻഡ് ലിസൺ ഫോർ മൈ ക്ലഞ്ച്ഡ് ബ്രെത്ത് ബിഹൈൻഡ് ദ ഡോർ. ഐ ഡിഡ്ന്റ് നോ ദ കോസ്റ്റ്. ഞാൻ അറിയില്ല എന്താണ് അതിന് ഞാൻ വില കൊടുക്കേണ്ടി വന്നത്. ഓഫ് എൻ്ററിങ് എ സോങ്. അത്തരത്തിലുള്ള ഒരു പാട്ട് കേട്ട് ആ പാട്ട് എൻജോയ് ചെയ്തതിന് ഞാൻ കൊടുക്കേണ്ടി വന്ന വില എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ്? വാസ് ടു ലൂസ് യുവർ വേ ബാക്ക്. അങ്ങനെ ഒരു പാട്ട് ഞാൻ കേട്ടതിന് ഐ ഹാവ് ടു ലൂസ് മൈ വേ ഓർ ഐ ഹാവ് ടു ലൂസ് മൈ ട്രഡീഷൻ. അങ്ങനെ ഒരു സംഭവം, അതായത് ഇവിടെ സ്വാതന്ത്ര്യം എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചത് കൊണ്ട് ഐ ലോസ് മൈ ട്രഡീഷൻ. വിയറ്റ്നാം വിട്ട് പോകേണ്ടതായി വന്നു. അതാണ് ഇവിടെ പറയുന്നത്. ലോസ് മൈ ട്രഡീഷൻ മീൻസ് ആ ഒരു പോലീസ്, നമ്മൾ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു എ പോലീസ് ഓഫീസർ സസ്പെക്റ്റഡ് ദെയർ ഹെറിഡിറ്റി ഓർ ആ ഒരു ഹെറിറ്റേജ് പറയുന്നുണ്ട്, ആ മിക്സഡ് ഹെറിറ്റേജ് പറയുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ദേ ഹാഡ് ടു ഫ്ലഡ് ടു ഫിലിപ്പൈൻസിലേക്കാണ് പോകുന്നത്. ആൻഡ് ലേറ്റർ ദേ ഗോ ടു അമേരിക്ക. അങ്ങനെ ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇവിടെ അങ്ങനെ പറയുന്നത്. ആൻഡ് വാസ് ടു ലൂസ് മൈ വേ ബാക്ക് so I lost it all
with my eyes wide open. Eyes wide open means കണ്ണ് തുറന്നിരിക്കുന്ന സമയത്ത് means when I was living or when I was alive or when I was knowing everything. എനിക്കെല്ലാം അറിയുന്ന ആ ഒരു പ്രായത്തിൽ തന്നെ I lost everything. That means I lost my tradition. ആ വിയറ്റ്നാം അമേരിക്കൻ റൈറ്റർ എന്ന് നമ്മൾ പറഞ്ഞു, ഈ വിയറ്റ്നാം ഉപേക്ഷിച്ചിട്ട് പിന്നീട് അദ്ദേഹത്തിന് അഭയാർത്ഥിയെ പോലെ പിന്നീട് പോകേണ്ടതായി വന്നു. അതുകൊണ്ടാണ് ഹി ലോസ്റ്റ് എവരിതിങ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കവിതയിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ആണ്. പിന്നീട് ആ ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ആണ് ഈ കവിതയിലെ പ്രധാനപ്പെട്ട ഇതിവൃത്തം. ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. താങ്ക് യു.